ചിൽ സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ച് ആളുകൾ പഠിച്ചു വരുന്നതേയുള്ളൂ. റിമയുടെ റീൽ പങ്കുവെച്ച് ഗീതു മോഹൻദാസിൻ്റെ മറുപടി. യാഷ് നായകനാകുന്ന ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ടീസറിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച് സംവിധായിക ഗീതു മോഹൻദാസ്. റിമ കല്ലിങ്കൽ പങ്കുവെച്ച റീൽ വീഡിയോ ഷെയർ ചെയ്താണ് ഗീതുവിൻ്റെ പ്രതികരണം. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഇംഗ്ലീഷിൽ കുറിച്ചാണ് ഗീതു പ്രതികരണം അറിയിച്ചത്. ഏറെ വിവാദമായ 2017 ഗീതുവിൻ്റെ സേ ഇറ്റ് പ്രസ്താവനയുടെ തുടർച്ചയെന്നോണമായിരുന്നു ഗീതുവിൻ്റെ മറുപടി. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അലസമായി നടക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് റീമ കല്ലിങ്കൽ ഗീതുവിന് പിന്തുണയുമായി എത്തിയത്. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെയും സമ്മതത്തെയും കുറിച്ചും വ്യവസ്ഥിതികളിലെ സ്ത്രീകൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചും ഒക്കെ ലോകം ഇനിയും പഠിച്ചു വരുന്നതേയുള്ളൂവെന്നും അത് പൂർത്തിയാകുന്നതുവരെ താൻ ജീവിതം ആസ്വദിക്കാൻ പോകുകയാണെന്നും റിമ കുറിച്ചു. ഈ കുറിപ്പ് അടങ്ങിയ വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് ഗീതു മോഹൻദാസ് പങ്കുവച്ചിരിക്കുന്നത്. ടീസറിലെ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ദൃശ്യങ്ങളെ അശ്ലീലം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി എന്ന നിലയിലാണ് റിമ പോസ്റ്റ് പങ്കുവച്ചത്. റിമയുടെ പുതിയ പോസ്റ്റിനെതിരെയും വിമർശനങ്ങൾ സജീവമാണ്. റിമയെ കൂടാതെ നടി ദിവ്യപ്രഭയും ആഷിഖും ഗീതു മോഹൻദാസിന് പിന്തുണയുമായി എത്തിയിരുന്നു. ആനന്ദം, സദാചാര പ്രതിസന്ധി, പിന്നെ സ്ത്രീകളും എന്ന തലക്കെട്ടോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കുറിപ്പ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ടാണ് താരങ്ങൾ തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ലൈംഗികതയും സ്ത്രീ ശരീരത്തെയും മലയാളി സമൂഹം നോക്കിക്കാണുന്ന രീതിയിലെ ഇരട്ടത്താപ്പിനെ ഈ കുറിപ്പ് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ലൈംഗികതയെ ഒരു സ്വാഭാവിക പ്രക്രിയയായി കാണുന്നതിനു പകരം സദാചാരത്തിൻ്റെ കണ്ണടയിലൂടെ മാത്രം നോക്കുകയാണെന്നും ഇവർ വാദിക്കുന്നു. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ടോക്സിക് എന്ന ചിത്രത്തിലൂടെ ഗീതു മോഹൻദാസ് ഉയർത്തുന്ന സിനിമാറ്റിക്കായ ക്രാഫ്റ്റിനൊപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോടും തങ്ങൾ ഒപ്പമുണ്ടെന്നാണ് ഗീതുവിൻ്റെ സുഹൃത്തുക്കൾ പ്രഖ്യാപിക്കുന്നത്. സ്ത്രീകളുടെ സ്വയം ഭരണാധികാരത്തെയും ആനന്ദത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് റീമയുടെ പോസ്റ്റ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തുടക്കമിട്ട് കഴിഞ്ഞു. ടോക്സിക്കിൻ്റെ ടീസറിനെ പ്രശംസിച്ച് സംവിധായകൻ രാം ഗോപാൽ വർമ്മ മുന്നിട്ടിറങ്ങിയിരുന്നു. ഇത്രയും ചങ്കൂറ്റം ഒരു പുരുഷ സംവിധായകൻ പോലും കാണിച്ചിട്ടില്ലെന്ന് രാം ഗോപാൽ വർമ്മ കുറിച്ചു. ഇത്തരമൊരു സിനിമ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് കൂടി കുറിച്ചാണ് രാം ഗോപാൽ വർമ്മ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. രാം ഗോപാൽ വർമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: യാഷ് അഭിനയിക്കുന്ന ടോക്സിക്കിൻ്റെ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്കൊരു സംശയവുമില്ല, ഗീതു മോഹൻദാസാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം. ഈ സ്ത്രീയുടെ അത്രയും ചങ്കൂറ്റമുള്ള ഒരു പുരുഷ സംവിധായകൻ പോലുമില്ല. ഇത് ചിത്രീകരിച്ചത് അവരാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. യാഷിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ചിത്രത്തിൻ്റെ ടീസർ പുറത്തുവിട്ടത്. യാഷിൻ്റെ കഥാപാത്രത്തിൻ്റെ മാസ് ഇൻട്രോയാണ് ടീസറിലുള്ളത്. ആക്ഷനും ഹോട്ട് ദൃശ്യങ്ങളും സമാസമം ചേർത്തൊരുക്കിയ ടീസറിലെ ദൃശ്യങ്ങൾക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു.